പോസ്റ്ററിനൊരു പശ്ചാത്തലം. പോസ്റ്ററിന് ജീവൻ നൽകുന്ന അന്തരീക്ഷമാണ് അതിൻ്റെ പശ്ചാത്തലം. നമുക്കിവിടെ നേരത്തെ നമ്മൾ ചില ടൂളുകളെല്ലാം പരിചയപ്പെട്ടു. നമുക്ക് ഈ വരച്ചതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് കീ അമർത്തിയാൽ മതി. സെലക്ട് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്ത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇനി നമുക്കിതിനൊരു പശ്ചാത്തലമാണ് ആവശ്യം. ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്നത് പോലെ ഇത്തരത്തിലൊരു പശ്ചാത്തലം നമുക്ക് നൽകാം. ഈ പശ്ചാത്തലത്തിന് നമ്മൾ നേരത്തെ നൽകിയ ഈ ക്യാൻവാസിൻ്റെ സൈസ് തന്നെ നമുക്ക് നൽകാൻ കഴിയും. ഇവിടെ ക്രിയേറ്റ് റെക്റ്റാങ്കിൾ ആൻഡ് സ്ക്വയർ എന്ന ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഒരു ക്യാൻവാസ് സെലക്ട് ചെയ്യാം. ഇതിന് ഇഷ്ടപ്പെട്ട നിറം നമുക്ക് താഴെ നിന്ന് സെലക്ട് ചെയ്യാം. ഇവിടെയുള്ള ഈ കളർ പാലറ്റ് നമുക്ക് നീക്കി ഒരുപാട് കളറുകൾ ഇതിനകത്തുണ്ട്. നമുക്ക് ഏതാണോ യോജിച്ച കളറെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ വലുപ്പം, ഈ ക്യാൻവാസിൻ്റെ വലുപ്പവും കറക്റ്റ് ആവുന്നതിന് വേണ്ടി ഇവിടെ എക്സ് പൊസിഷൻ എന്ന ഈ ഭാഗത്ത് നമുക്ക് 0 എന്ന് നൽകി എൻ്റർ അമർത്താം. അതുപോലെ വൈ പൊസിഷൻ എന്ന ഈ ഭാഗത്ത് നമുക്ക് 0 നൽകി എൻ്റർ അമർത്തി കഴിഞ്ഞാൽ ഈ ക്യാൻവാസ് ഇതിനോട് ചേർന്ന് നിൽക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് താഴെ ചെറിയ ഒരു ഗ്യാപ്പ് കാണാം. അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ഹൈറ്റ് 350 അല്ല എന്നതാണ്. അപ്പോൾ നമുക്ക് ഹൈറ്റ് കൃത്യമായി 350 ടൈപ്പ് ചെയ്ത് നൽകാം. അതുപോലെ ഇതിൻ്റെ വിഡ്ത്ത് കൃത്യമായിട്ട് നമുക്കിവിടെ നൽകാം. അതല്ലെങ്കിൽ നമുക്ക് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നത് കാണാം. ഇവിടെ നമുക്ക് 300 എന്ന് കൃത്യമായി ടൈപ്പ് ചെയ്ത് എൻ്റർ അമർത്തുകയാണെങ്കിൽ ഇതിൻ്റെ ഹൈറ്റും വിഡ്ത്തും കൃത്യമായിട്ട് തന്നെ ഈ ക്യാൻവാസിന് കറക്റ്റ് ആവുന്നു. ഇവിടെ ഫിൽ കളർ നമുക്ക് ഇപ്പോൾ നമ്മളൊരു കളർ മാത്രമാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ഗ്രേഡിയൻസ് എന്ന ഈ ടൂൾ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഗ്രേഡിയൻറ്റുകൾ നൽകാൻ കഴിയും. നിറവും നമുക്ക് ഈ ഓരോ നോഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മാറ്റാൻ പറ്റും. അപ്പം നമുക്കിവിടെ ഏത് ഓപ്ഷൻ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. തൽക്കാലം നമുക്കിപ്പോൾ ഒരു കളർ ഇതിൽ ഫില്ല് ചെയ്യാം. ഉച്ചത്തിലും വ്യക്തമായും സംസാരിക്കുക. ഒരു പോസ്റ്ററിൻ്റെ ആശയം ഫലപ്രദമായി വിനിമയം ചെയ്യാൻ സഹായിക്കുന്ന പ്രധാന ഘടകമാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സന്ദേശം. നോക്കൂ, നമ്മളിവിടെ സേ നോ ടു വാർ, ഓഗസ്റ്റ് 6 ഹിരോഷിമ ഡേ എന്ന ഈ ടെക്സ്റ്റാണ് നമ്മൾ ഈ പോസ്റ്ററിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ സേ നോ എന്നതും ടു എന്നതും വാർ എന്നതും ഓഗസ്റ്റ് 6 എന്നതും ഹിരോഷിമ ഡേ എന്നതും വ്യത്യസ്ത സ്റ്റൈലുകളാണ് ഇവർക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് വ്യത്യസ്ത ടെക്സ്റ്റുകളായിട്ട് തന്നെ ടൈപ്പ് ചെയ്യാം. ഇതിനുവേണ്ടി ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്ട്സ് എന്ന ടൂളാണ് ഉപയോഗിക്കേണ്ടത്. അതിനുവേണ്ടി നമുക്കിതാ ഇവിടെ ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്ട്സ് എന്ന ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഞാനിവിടെ മൗസ് ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ആദ്യം സേ നോ എന്ന് ടൈപ്പ് ചെയ്യാം. സേ നോ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വലുപ്പം വ്യത്യാസപ്പെടുത്തുന്നതിനും മറ്റും ഇതിൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നൽകിയിട്ടുണ്ട്. ടെക്സ്റ്റ് ആകർഷകമാക്കുന്നതിന് ഫോണ്ട് ടൈപ്പ്, സൈസ്, കളർ, പൊസിഷൻ എന്നിവ തിരഞ്ഞെടുക്കാൻ ഇവിടെ ഫോണ്ട് സൈസ് ഉബുണ്ടു കണ്ടൻസ്ഡ്, സൈസ് 125 പോയിൻറ്റ്, സ്ട്രോക്ക് ലൈൻ വിഡ്ത്ത് 2.5 എന്നിങ്ങനെ നൽകാൻ വേണ്ടി ഇവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് അത്തരത്തിൽ ഇതൊന്ന് ഫോർമാറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ സൈസ് 125 ഉബുണ്ടു കണ്ടൻസ്ഡ് ഫോണ്ടും. അപ്പോൾ ഇതിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്കിതൊന്ന് Ctrl+A അമർത്തി ഇതൊന്ന് സെലക്ട് ചെയ്യാം. ഇതിൻ്റെ സൈസ് ഇതാ ഇവിടെ ജസ്റ്റ് ഒന്ന് മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൗൺ ആരോ അല്ലെങ്കിൽ അപ്പ് ആരോ അമർത്തി നമുക്ക്, അല്ലെങ്കിൽ ഈ ഇവിടെ നിന്ന് നമുക്ക് ഇതിൻ്റെ സൈസ് മാറ്റാം. നമുക്ക് ഇവിടെ നൽകാൻ പറഞ്ഞിട്ടുള്ള 125 നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് നൽകാം. ഉബുണ്ടു കണ്ടൻസ്ഡ് എന്ന ഫോണ്ടാണ് അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടത്. ആൽഫബറ്റിക് ഓർഡറിലായതുകൊണ്ട് ഏറ്റവും താഴെയായി നമുക്ക് ഉബുണ്ടു കണ്ടൻസ്ഡ് എന്ന ഫോണ്ട് ലഭിക്കും. ഏറ്റവും താഴെ നിന്ന് ഉബുണ്ടു കണ്ടൻസ്ഡ് എന്ന ഫോണ്ട് സെലക്ട് ചെയ്തു. അതിൻ്റെ സൈസ് നമ്മൾ നേരത്തെ തന്നെ 125 നൽകിയിട്ടുണ്ട്. ഇനി ഇതിന് അനുയോജ്യമായൊരു നിറം നമുക്ക് നൽകാം. ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ ഒരു നിറം തന്നെ നമുക്ക് നൽകാം. അതിനുവേണ്ടി താഴെയുള്ള ഈ കളർ പാലറ്റിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു നിറം ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ
സ്ട്രോക്ക് ലൈൻ വിഡ്ത്ത് 2.5 ആണ്. അപ്പോൾ ഫിൽ കളറാണ് നമ്മളിപ്പോൾ മാറ്റിയിട്ടുള്ളത്. ഇതിൻ്റെ സ്ട്രോക്കും കൂടെ നമുക്ക് നൽകേണ്ടതുണ്ട്. കാരണം നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള ഈ സേ നോ എന്ന് എഴുതിയതിന് കുറച്ചുകൂടെ കട്ടിയുണ്ട്. അപ്പോൾ കട്ടി കൂട്ടുന്നതിന് വേണ്ടി ഇതിൻ്റെ സ്ട്രോക്ക് പെയിൻറ് കൂടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഒബ്ജക്റ്റ് മെനുവിൽ നിന്ന് ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്ന രൂപത്തിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുക്കുന്നു. നമുക്ക് ഇത് ചെയ്യുന്നതിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ സേ നോ എന്നതിനെ ഈ ഭാഗത്തേക്ക് ക്രമീകരിക്കുന്നു. ഫിൽ ആൻഡ് സ്ട്രോക്കിൽ വന്നു കഴിഞ്ഞാൽ സ്ട്രോക്ക് പെയിൻറ് എന്നുള്ളത് ഇപ്പോൾ നോ പെയിൻറ് എന്നുള്ളതാണ്. ഞാനിവിടെ ഒരു പെയിൻറ് അതിനു വേണ്ടി നൽകി. സ്ട്രോക്ക് സ്റ്റൈൽ എന്ന ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ വിഡ്ത്ത് കിട്ടും. ഇത് 2.5 ആണ് അതിൽ നൽകാൻ ആവശ്യപ്പെട്ടുള്ളത്. ഇപ്പോൾ 1.9 2.5 ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതിന് നിറം വന്നിട്ടില്ല. സ്ട്രോക്ക് പെയിൻറ് നമുക്കൊരു നല്ലൊരു നിറം കൂടെ നൽകാം. ഹെക്സാഡെസിമൽ RGB വാല്യൂ നമുക്ക് രണ്ടിലും ഒരുപോലെ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ നമുക്ക് ആ കളർ ലഭിക്കും. ഞാനിവിടെ FF0066 എന്ന ഈ നിറം തന്നെ ഞാൻ ഫിൽ ആൻഡ് സ്ട്രോക്കിൽ രണ്ടിലും ഈ നിറം കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു നിറം ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇത്തരത്തിൽ ഇതിനെ കൊണ്ടുവന്ന് വെക്കാം. ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് വലിച്ചും ഇതിൻ്റെ വലിപ്പം വ്യത്യാസപ്പെടുത്താൻ കഴിയും. പക്ഷേ നമ്മളിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫോണ്ടിൻ്റെ വലിപ്പം തന്നെ മാറ്റുകയാണ് ചെയ്തത്. ഇനി നമുക്ക് മറ്റൊരു ടെക്സ്റ്റാണ് ടൈപ്പ് ചെയ്യാനുള്ളത്. നോ സേ നോ 2 എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത ഫോണ്ടും ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. 2 എന്ന് ടൈപ്പ് ചെയ്യുന്നു. സേ നോ ടു വാർ. ടെക്സ്റ്റ് ടൂൾ തന്നെ സെലക്ട് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് വാർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിൽ ടൈപ്പ് ചെയ്യാനുള്ളത് ഓഗസ്റ്റ് 6 ഹിരോഷിമ ഡേ എന്നാണ്. ഓഗസ്റ്റ് 6 ഹിരോഷിമ ഡേ. അപ്പോൾ നമുക്ക് ആവശ്യമായ എല്ലാം നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ വാർ എന്ന് എഴുതിയത് നമുക്ക് ഇതേപോലെ സെലക്ട് ചെയ്യാം. ഇതിൻ്റെ സൈസ് നമുക്കൊരു 125 നേരത്തെ നൽകി. ഇതൊരു 250 വരെ നമുക്ക് നൽകാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് നൽകാം. ഞാൻ സൈസ് ഒന്ന് കൂട്ടുകയാണ്. ഇവിടെ ഒരു 200 സൈസൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇത്തരത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതും ഞാൻ ഉബുണ്ടു കണ്ടൻസ്ഡാണ് ഫോണ്ട് ആക്കുന്നത്. ഉബുണ്ടു കണ്ടൻസ്ഡ്. അതുപോലെ ഇതിൻ്റെ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഇതിൻ്റെ ഫിൽ ആൻഡ് സ്ട്രോക്ക് നമുക്ക് ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇതിൽ വാർ എന്ന ഇതിൻ്റെ നിറവും ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്കിൽ പോയി കഴിഞ്ഞാൽ ഈ വിൻഡോയിൽ നിന്ന് നമുക്കിതിൻ്റെ നിറം നേരത്തെ നൽകിയതുപോലെ തന്നെ 00AA88F എന്ന് നൽകി നോക്കാം. 00AA88. ഇതാണ് അതിനുള്ളൊരു നിറമായിട്ട് ഇതിൽ നൽകിയിട്ടുള്ളത്. ഇതിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ സ്ട്രോക്ക് നമുക്ക് ഓൺ ചെയ്യണം. അതുപോലെ സ്ട്രോക്ക് സ്റ്റൈല് അതിൻ്റെ വിഡ്ത്ത് നമുക്കിവിടെ ഒരു 3.5 വരെ നമുക്ക് നൽകാം. കൂട്ടുന്ന സമയത്ത് അതിൻ്റെ വണ്ണം കൂടി വരുന്നത് കാണാം. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ സ്ട്രോക്ക് നിറവും ഫിൽ നിറവും ഒന്നായിട്ടില്ല. നമുക്കിവിടെ ഫില്ലിൽ കൊടുത്ത ഇതേ നിറം തന്നെ ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. RGBA എന്ന ഈ ഹെക്സാഡെസിമൽ വാല്യൂ ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് സ്ട്രോക്കിൽ നമുക്കത് തന്നെ നൽകാം.
അപ്പോൾ നമുക്ക് കൃത്യമായിട്ടത് വന്നിട്ടുണ്ട്. ഇതിന് നിറം നമുക്ക് മാറ്റാൻ ഇവിടെ മാറ്റാം. നമുക്ക് ചെറിയൊരു മാറ്റം, ഇതിൻ്റെ നിറം ഇതിൽ ചെറിയ വ്യത്യാസമുണ്ട്. മഞ്ഞ നിറത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പം മഞ്ഞ നിറം നൽകുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു വാല്യൂ FFCC00FF. FFCC00FF. ഈ ഒരു വാല്യൂ നമുക്ക് ഫില്ലിലും സ്ട്രോക്കിലും നൽകാം. ഓക്കെ, ഇപ്പോൾ ഈ വാർ എന്ന് എഴുതിയത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയ ഏകദേശം ആ നിറത്തോട് ഒരു ചെറിയ സാമ്യമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിറങ്ങൾ സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ 2 എന്ന് എഴുതാനുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് സേ നോ എന്നായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മധ്യഭാഗത്തായി 2 എന്ന് ടൈപ്പ് ചെയ്യണം. 2 എന്ന് ടൈപ്പ് ചെയ്യേണ്ടത് ഒരു റെക്റ്റാങ്കിൾ ബോക്സിലാണ്. അപ്പോൾ നമുക്കൊരു റെക്റ്റാങ്കിൾ ബോക്സ് നമുക്ക് വരയ്ക്കാൻ അറിയാം. അതുപോലെ 2 എന്ന് നമ്മളിവിടെ എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ റെക്റ്റാങ്കിൾ ബോക്സ് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് റെക്റ്റാങ്കിൾ ആൻഡ് സ്ക്വയർ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. ഈ റെക്റ്റാങ്കിളിൻ്റെ നിറം നമ്മൾ നേരത്തെ കൊടുത്തൊരു നിറമാണ്. അത് ഇതുപോലെ ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് നേരത്തെ നമ്മൾ തുറന്നുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ആ നിറം നമുക്ക് നൽകാം. 00AA88F എന്ന് നൽകാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിറം നൽകാം. എങ്കിലും ടെക്സ്റ്റ് ബുക്കിലുള്ള നിറം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കോഡ് നൽകിയിട്ടുള്ളത്. ഇവിടെ വേണമെങ്കിൽ നമുക്കിതിൻ്റെ നമ്മളിപ്പോൾ നൽകിയിട്ടുള്ളത് ഫില്ലിലാണ്. സ്ട്രോക്ക് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു നോ പെയിൻറ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ സ്ട്രോക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഒരു ചതുരം കിട്ടിയിട്ടുണ്ട്. ഈ ചതുരത്തിനകത്താണ് ഈ 2 വരേണ്ടത്. 2 എന്നത് എഴുതിയതിൻ്റെ നിറം നമുക്കറിയാം, വെള്ളയാണ്. അതിൻ്റെ സൈസ് നമുക്കൊരു 40 നൽകാം. അപ്പോൾ വെള്ള നിറം നൽകുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെക്കുന്ന സമയത്ത് നമുക്ക് കാണുന്നില്ല, അതിൻ്റെ അടിയിലാണ് പോകുന്നത്. നമുക്കിവിടെ പേജ് ഡൗൺ, കീബോർഡിലുള്ള പേജ് ഡൗൺ എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞ് നമുക്കിത് മുകളിലേക്കും താഴേക്കും കൊണ്ടുപോകാം. പേജ് അപ്പ്, പേജ് ഡൗൺ. ഞാനിപ്പോൾ പേജ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചതുരം മുകളിലായി. പേജ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ചതുരം താഴെയായി. ഇനി നമുക്ക് ഈ 2 എന്നുള്ളതിൻ്റെ ഫോണ്ട് നമുക്ക് വെള്ളയാക്കാം. സെലക്ട് ചെയ്തതിന് ശേഷം ഫോണ്ടിൻ്റെ നിറം ഞാൻ വെള്ള നൽകി. കൃത്യമായിട്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് വെള്ള കൊടുക്കാം. അതിൻ്റെ സൈസ് നമുക്കൊരു 40 നൽകാം. അതുപോലെ അതും നമുക്ക് ഉബുണ്ടു കണ്ടൻസർ തന്നെ കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ വലുപ്പം അതിനനുസരിച്ചൊന്ന് ക്രമീകരിക്കാം. റെക്റ്റാങ്കിൾ ബോക്സിൻ്റെ വലുപ്പം നമുക്കിവിടെ ക്രമീകരിക്കാൻ കഴിയും. ഇതിൻ്റെ വിഡ്ത്ത് ഒരു 15 മതിയാകും. അതല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സൗകര്യത്തിന് നൽകാം. അതുപോലെ അതിൻ്റെ ഹൈറ്റും കീബോർഡിലെ ആരോ കീ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താം. ഹൈറ്റ് നമുക്കൊരു 20 ഇതിൽ നൽകിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഇവിടെ ഈ 2 എന്ന് എഴുതിയതും ഈ ചതുരവും നോക്കൂ. ഈ 2 എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ മൗസ് ആരോ താഴേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 അതിൽ നിന്ന് മാറിപ്പോകുന്നത് കാണാം. അപ്പോൾ നമുക്കിത് കൃത്യമായി ഇതിൻ്റെ മധ്യഭാഗത്തൊന്ന് ക്രമീകരിക്കുന്നതിന് വേണ്ടി ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇവ ഒരുമിച്ച് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഒബ്ജക്റ്റിൽ അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്, ഒബ്ജക്റ്റ് മെനുവിൽ അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് എന്ന് താഴെ ഈ കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ചതുരത്തിന് കൃത്യമായി കൊണ്ട് തന്നെ ഇതാ ഇവിടെ സെൻറ്റർ ഓൺ വെർട്ടിക്കൽ ആക്സിസ്, അതുപോലെ സെൻറ്റർ ഓൺ ഹൊറിസോണ്ടൽ ആക്സിസ്, ഇത് രണ്ടും ക്ലിക്ക് ചെയ്യുന്നതോട് കൃത്യമായിട്ട് തന്നെ ഈ ചതുരത്തിൽ 2 എന്നത് കൃത്യമായി മധ്യഭാഗത്തായി വരുന്നു. അതിനുശേഷം ഇവ രണ്ടും ഒരുമിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റ് മെനുവിൽ നമുക്ക്
ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇതൊരൊറ്റ ഒബ്ജക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ചിത്രത്തിൽ നൽകിയതുപോലെ സേ നോ എന്നും വാർ എന്നതിനും ഇടയിലായിട്ട് നമുക്കിതിനെ ക്രമീകരിക്കണം. ഏകദേശം ഈ ഭാഗത്തായിട്ട് നമുക്കിതിനെ ക്രമീകരിക്കാം. ഇവിടെയും നേരത്തെ നമുക്കുണ്ടായൊരു അനുഭവമുണ്ട്. ഇവിടെ വാർ എന്നത് മുകളിലും 2 എന്നത് താഴെയുമാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് ഈ 2 എന്നതിൽ മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം കീബോർഡിൽ പേജ് അപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മുകളിലേക്ക് വരും. അതിനുശേഷം കൃത്യമായിട്ട് എവിടെയാണോ ഇത് ചേർക്കേണ്ടത് അവിടെ നമ്മൾ കൃത്യമായി ചേർത്ത് വെച്ച് സേ നോ ടു വാർ എന്നത് ഇത്രയും ഭാഗം ഒരുമിച്ച് സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റ് മെനുവിൽ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരൊറ്റ ഒബ്ജക്റ്റായിട്ട് മാറിയതായി കാണാം. നോക്കൂ, നമുക്കിത് വേണമെങ്കിൽ ഇവിടെ ഒന്ന് വെച്ച് അല്ലെങ്കിൽ ഇവിടെ ഒന്ന് വെച്ച് ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് നോക്കാം. നമുക്ക് വേണമെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ നിറം ഇതിനനുസരിച്ച് മാറ്റാവുന്നതാണ്. സേ നോ ടു വാർ ഇവിടെ നിൽക്കുന്നു. ഇനി ഇതിന് താഴെയായി നമുക്ക് ഹിരോഷിമ ഡേ ഓഗസ്റ്റ് 6 എന്ന് ചേർക്കാനുണ്ട്. ഓഗസ്റ്റ് 6 എന്ന് എഴുതിയതിന് ഇരുവശവും കുത്തുകൾ കാണാം. ഹിരോഷിമ ഡേ എന്നത് വെള്ള നിറത്തിലും ഓഗസ്റ്റ് 6 എന്നുള്ളതിന് ഈ വാർ എന്നതിൻ്റെ നിറം തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതുകൂടെ നമുക്കൊന്ന് നൽകാം. അപ്പോൾ ഇവിടെ ഹിരോഷിമ ഡേ എന്നെഴുതിയതിൻ്റെ നിറം വെള്ളയായതുകൊണ്ട് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ചുകൊണ്ട് തന്നെ അത് വർക്ക് ചെയ്യാം. ഇതിനൊരു വൈറ്റ് നിറം ഞാനിവിടെ നൽകി. ഇതിൻ്റെ സൈസും നമുക്കൊരു 50 നൽകാം. ഇവിടെ ഈ ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് കൺട്രോൾ എ എല്ലാ ടെക്സ്റ്റുകളും സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി കൺട്രോൾ എ അമർത്താം. ഇതിൻ്റെ സൈസ് നമുക്കൊരു 50 നൽകാം. അതുപോലെ ഇതും നമുക്ക് ഉബുണ്ടു കണ്ടൻസ്ഡ് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഓഗസ്റ്റ് 6 അതും ഇതുപോലെ സെലക്ട് ചെയ്തു. അതിൻ്റെ വലുപ്പം 50 ആക്കി. ആ ഉബുണ്ടു കണ്ടൻസ്ഡ് സെലക്ട് ചെയ്തു. അതിൻ്റെ നിറം ഓഗസ്റ്റ് 6 എന്നതിൻ്റെ നിറം വാർ എന്നതിൻ്റെ നിറം തന്നെയാണ്. അത് നമുക്ക് അവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് നൽകാം. നമ്മൾ വാർ എന്നത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത FFCC00F എന്ന നിറം തന്നെ ഓഗസ്റ്റ് 6 നൽകാം. ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്റ്റോക്കിൽ പോവാം. ഫിൽ കളറിൽ ആ ഒരു നിറം നൽകുന്നതിന് വേണ്ടി ഇവിടെ FFCC00FF. അപ്പോൾ നമുക്ക് അതേ നിറം തന്നെ ലഭിച്ചു ഓഗസ്റ്റ് 6 എന്നുള്ളതിന്. ഇനി നമുക്കിതിൽ ഓഗസ്റ്റ് 6 എന്ന് എഴുതിയതിന് 2 ഭാഗത്തായിട്ട് കുത്തുകളുണ്ട്. അത് നമുക്ക് ഈ ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കുറച്ച് കുത്തുകൾ ഇടാം. ഇനി ഇതിൻ്റെ ഒരു കോപ്പി കിട്ടുന്നതിന് വേണ്ടി ഇത് സെലക്ട് ചെയ്യുന്നു. കൺട്രോൾ C കൺട്രോൾ V അമർത്തുമ്പോൾ നമുക്ക് 2 എണ്ണം ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്കിതിൻ്റെ നിറം വെള്ള നൽകാം. അതിനുവേണ്ടി ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിന് വൈറ്റ് കളർ നൽകുന്നു. അതുപോലെ ഇതും ഞാനിവിടെ ഒന്ന് വെച്ച് ഇതിനും വൈറ്റ് നൽകുന്നു. നോക്കൂ, ഓഗസ്റ്റ് 6 എന്നതിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമായിട്ടാണ് ഇത് വരേണ്ടത്. അതിനുവേണ്ടി നേരത്തെ നമ്മൾ അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതുപോലെ ഇതും നമുക്ക് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കാം. കൃത്യമായിട്ട് അതിനോട് യോജിച്ച് നിൽക്കുന്നതിന് വേണ്ടി ഒന്നാമത്തെ സെലക്ട് ചെയ്യുന്നു. ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ച് 2, 3 സെലക്ട് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റ് മെനുവിലെ അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത് അലൈൻ ബോട്ടം എഡ്ജ് എന്ന് കൊടുക്കുന്ന സമയത്ത് അത് കൃത്യമായി താഴേക്ക് വരും. ഇവ ഒന്ന് സെലക്ട് ചെയ്യുന്നു. ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ച് ഇവ 3 സെലക്ട് ചെയ്തുകൊണ്ട് ഒബ്ജക്റ്റ് മെനുവിൽ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യാം. അതുപോലെ ഈ ഹിരോഷിമ ഡേയും
നമുക്കിതിന് മുകളിൽ വെച്ച് ഗ്രൂപ്പ് ചെയ്യാവുന്നതാണ്. ഹിരോഷിമ ഡേ എന്ന് താഴെയാണ് നൽകേണ്ടത്. ഇപ്പോൾ ഈ രൂപത്തിൽ വെച്ച് ഇവയും നമുക്ക് ഒരുമിച്ച് സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റ് മെനുവിൽ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യാം. ഒന്നുകൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു, ഒബ്ജക്റ്റ് മെനുവിൽ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇതൊരൊറ്റ ഒബ്ജക്റ്റായി മാറിയിട്ടുണ്ട്. അതുപോലെ ഇതിന് മുകളിലായിട്ട് നമുക്ക് ഈ ഒരു സംഗതിയുടെ വെച്ച് ഇതെല്ലാം കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റ് മെനുവിൽ വീണ്ടും ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടി നമ്മുടെ ആദ്യത്തെ പ്രവർത്തനം ഇവിടെ അവസാനിക്കുകയാണ്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമുക്കിവിടെ കൃത്യമായിട്ട് ഇതിൻ്റെ താഴെ ചേർത്ത് വെക്കാം. ഇവിടെയും വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇത് സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റ് മെനുവിൽ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതൊരൊറ്റ ഒബ്ജക്റ്റായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് സേവ് ചെയ്യാം. ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു. ഇത് നമുക്കിവിടെ ഹിരോഷിമ എന്ന് നൽകാം. hiroshima.svg എന്ന പേരിൽ നിങ്ങളുടെ സ്റ്റുഡൻസ് വർക്ക് 10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുന്നു. ഇതിൻ്റെ ഡിഫോൾട്ട് എക്സ്റ്റൻഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു SVG ആണ്. ആ പേരിൽ നമുക്കിതിവിടെ സേവ് ചെയ്യാം.